ഹലോ. അപ്പോൾ അത്തം ദിനാശംസകൾ എല്ലാവർക്കും കേട്ടോ. ഞാൻ പൂക്കളിടുന്ന വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിന്നു കുളിക്കുകയാണ്. കുളി കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല. അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് വൈകിട്ടുണ്ട്. ഇവിടെ ടൈലിൻ്റെ പണി നടക്കണതുകൊണ്ട് അവർ വരുന്നതിന് മുൻപ് നമുക്ക് റൂമുകളിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. അപ്പോൾ പൂവിടൽ തുടങ്ങുക കേട്ടോ. തറ ഷേപ്പില്ല എന്നൊക്കെ പറഞ്ഞു വിടാൻ പറ്റും. ഇതിന് പൂത്തറ ഞാനൊരു മുക്കുറ്റി വയ്ക്കാറുണ്ട്. ഇത് കറക്റ്റ് റൗണ്ട് അല്ലല്ലോ. കറക്റ്റ് ഒന്നും അല്ല കേട്ടോ. ലാസ്റ്റ് കാണിച്ചിറങ്ങി ഞാൻ പോയിട്ട് എൻ്റെ കോല എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന തുമ്പപ്പൂ കേട്ടോ. അപ്പം അതൊന്ന് ചിന്നു ഇതുവരെ എത്തിയിട്ടില്ല. അവൾ ഇന്നലെ ഭയങ്കര പറച്ചിലായിരുന്നു. നാളെ നമുക്ക് നേരത്തെ തന്നെ എണീറ്റിട്ട് പൂവൊക്കെ ഇട്ടിട്ട് നല്ല ഇതാണ് വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പൂവിടാൻ എണീക്കില്ല. അപ്പോൾ എണീറ്റ് വന്നത് ഒരുപാട് വൈകി. ഞാൻ അവിടെ കുളിയെ കഴിഞ്ഞ് വരാം. നിങ്ങൾ വന്നേ, നിങ്ങൾ വരിക, നിങ്ങൾ വരും. കറക്റ്റ് അല്ല. നിങ്ങളെന്താ പറയാതിരുന്നത്? ഇത് കറക്റ്റും കൂടിയല്ല. ഇത് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങളെന്താ ഞാൻ മുക്കുറ്റി വെച്ചപ്പോൾ പറയാതിരുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇട്ട് പോവാ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പൂക്കളിടാനുള്ള പരിപാടിയിലാണ്. ദിവ്യ റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്. നമ്മളിതാ ദിവ്യത പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നോട് ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടാൻ പറഞ്ഞു. വാങ്ങിച്ച പൂവാടാകെ തുമ്പ ഇതിലൊക്കെ ഇന്നത്തെ പൂക്കളം ഇന്നൊന്നാമത് നമുക്ക് ടൈമില്ല. കാരണം പണിക്കാർ വരാൻ ടൈമായിട്ടുണ്ട്. അവർ വരുമ്പോഴേക്കും ഇവിടുന്ന് പൂത്തറ ഇട്ടിട്ട് പൂവിട്ടിട്ട് പൂവിട്ടിട്ട് ഇവിടുന്ന് പോകണം. പൂവൊക്കെ വേറെ ഉണ്ട്. ചായ കുടിക്കാനുണ്ട്. പിന്നെ ഗൈസ് നമ്മളെ പൂത്തറ ദിവ്യ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് റൗണ്ടാണ്. ഒരു പൊടി വ്യത്യാസമില്ല ഈ പൂത്തറയുടെ റൗണ്ട്. ഈ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു 1.5 റൗണ്ടാണ്. ഞാൻ അപ്പം അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു തരാൻ എനിക്ക് മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ നാട്ടിൽ മഴ ഉള്ള സമയത്തേ പൂത്തറ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ട്? റൗണ്ട് നല്ല കറക്റ്റ് ആവില്ലാതെ കോഴിമുടുകയുടെ മാതിരി ഉണ്ടാവില്ല. ഞാൻ കുറ്റം പറയരുത്. എന്നാലും ഇത് നല്ല ഉള്ളത് വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്.
പരമാവധി നമ്മളെ ഐഡിയ വെച്ചിട്ട് ഈ പൂത്തറ എന്ന് പറഞ്ഞാല് അടിപൊളിയായിരുന്നു. ഇത് നിങ്ങൾക്ക് അടുത്ത കൊല്ലം നിങ്ങൾക്ക് പൂത്തറ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദിവ്യാനെ വിളിച്ചാൽ മതി, അത് സെറ്റാക്കി തരും. എന്തല്ലേ കളിയൊക്കെ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇത് കിട്ടുന്നുള്ളത് എനിക്കറിയായിരുന്നു. ഇതിലിപ്പോൾ ഒരാളും കൂടി വരാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആള് കുളിക്കാൻ കയറിയിട്ട് 2 മണിക്കൂറായിരുന്നു. ആ ആളെ പൂത്തറ ഉണ്ടാക്കണ ബ്ലോഗിനൊക്കെ ഉണ്ട്, പക്ഷെ വർത്താനം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിന്റെ അടുത്തേക്കില്ല. രാത്രി കിടക്കുമ്പോ എന്താ പറഞ്ഞോ, നാളെ നേരത്തെ എണീക്കും. 5 മണിക്ക് എണീക്കുന്ന തന്നെ ആള് 8 മണിക്ക് എണീറ്റിട്ട് കുളിക്കാൻ കയറിയിട്ട് ഇപ്പോൾ എത്രയും 9 മണി ആവാനായി. ആ ആളും കൂടി ഇത് വന്നിട്ട് പൂവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓളെ കാത്തിരിക്കുമ്പോഴൊക്കെ എന്താ അറിയോ, പണിക്കാർ വരാണ്ട് നമുക്കിവിടെ ടൈലിൻ്റെ പണി നടക്കണ്ടല്ലോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ അവർ ഇവിടെ ബൈക്കൊക്കെ നിർത്തിയിടും ഉണ്ണിക്കുട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടാവും, നമ്മളിവിടുന്ന് വേഗം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ എന്തൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാവരും പൂവൊക്കെ ഇടാൻ തുടങ്ങിയോ? കഴിഞ്ഞിട്ടുണ്ടാവൂലേ? ദിവ്യക്കൊന്നും പറയില്ല. ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഓണം നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണല്ലോ, ആഘോഷം. എനിക്കിപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് അപ്പോൾ എനിക്ക് ബാത്റൂമിൽ ഇന്നലെ കുറച്ച് മണ്ണ് കൊണ്ടുപോയിട്ടായിരുന്നു അതിൻ്റെ കിടക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ 5 മണിക്ക് എണീറ്റിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഇടയിലാണ് ദിവ്യ പറഞ്ഞത് പൂക്കളിടാൻ വരികയാണ്. ഇല്ല, ഞാനത് പോണതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഒന്ന് റെഡി ആക്കും മിക്കവാറും. ഈ മല്ലികയുടെ കളർ നല്ല സൂപ്പർ. ഇവിടെ ചെമ്പരത്തി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ചെമ്പരത്തി ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാല് വീട് പണീന്റെ സമയത്ത് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ചെമ്പരത്തി പൂ ഉണ്ടാവുക, അത് ദിവ്യാണെങ്കിൽ ചെവിയിൽ വെച്ച് നടക്കും ചെയ്യും. അവൾക്ക് ചെമ്പരത്തി പൂ കണ്ടാലും ചെവിയിൽ വെച്ച് നടക്കുകയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ അതിനെ എതിർപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നൊരു കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചിന്നുവിന്റെ ഫോട്ടോ ആണ് ആ വെച്ചിട്ടുള്ളത്, അതാ ചിന്നുവിന്റെ നല്ല ശരിക്കും. അതാളെ ഫോട്ടോ ആണ്, ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്. വീടിന്റെ ഐശ്വര്യം ആക്കിട്ട് അത് കാണാനുണ്ടാവില്ല ചിലപ്പോ, അത് കാണിച്ചു തന്നെ. ഇല്ല, ഇന്നലെ ഞാനത് കാണിച്ചു കൊടുത്തതാണ്, ഞാൻ ചിന്നുവിന്റെ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തത്. പക്ഷെ ശരിക്കും ചിന്നുവിന്റെ അല്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ നല്ല കേട്ടോ പൂവിടാറ്. കാരണം കൊല്ലം ഞങ്ങളെ നല്ല പൂവൊക്കെ നല്ല കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഞങ്ങൾ അരിഞ്ഞിട്ടാണ് ഇടാറ് പൂവൊക്കെ. ഇത് പ്രാവശ്യം നമ്മളെന്താ നമുക്ക് മല്ലികത്തോട്ടുണ്ട് ഇവിടെ, അവിടേക്കൊന്ന് ഞങ്ങള് ചെയ്യുന്നത് നമ്മളെ നാട്ടില് മല്ലിക കൃഷി ചെയ്തിട്ട് അത് കാണിക്കണം എന്ന് വിചാരിക്കും. ഏത് ഭാഗത്താ? ഇവിടെ നമ്മളെ അവിടെ നിന്നിട്ട് എന്തായാലും നമ്മൾ ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ അടിപൊളി ഒരു പൂക്കളം നമ്മൾ ഉള്ള പൂ വെച്ചിട്ട് എല്ലാ പ്രാവശ്യം അടിപൊളിയായിട്ട് ഇടാറുണ്ടല്ലോ. ഈ മഞ്ഞപ്പൂക്കൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് പൂത്തറക്ക് മഞ്ഞ മാത്രം പോരാ, മഞ്ഞയും ചോപ്പാണ് ഇപ്രാവശ്യം ഇല്ലല്ലോ. നിങ്ങളെന്താ റൗണ്ടിലിടാത്ത? റൗണ്ടല്ല, പൂക്കളെങ്കിലും റൗണ്ട് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ നോക്കിയിട്ട് അടിപൊളിയല്ലേ? നല്ല അടിപൊളിയാ. അതെന്തോ ഇവിടെ ഒന്നും ഇല്ല, നിങ്ങള് റൗണ്ട് ആക്കിയിട്ടില്ല. ആണാണ്. പിന്നെന്തൊക്കെ? ഷർട്ട് ഇട്ട് വന്നോളൂ. അവിടെ ഒന്ന് ക്ലിയർ ആക്കാണ്ട്. ഇവിടെ കണ്ട് സെറ്റാ, നിങ്ങള് പൂട്ട ഭാഗം സെറ്റാ. പിന്നെ
പൂക്കളം കാണാല്ലോ. പോയിട്ട് കഴിയുമ്പോഴേക്ക് നടക്കാൻ വയ്യാതോ. ചെണ്ടുമല്ലി ഞാൻ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്രാവശ്യത്തെ അത്തത്തിൻ്റെ പൂക്കളം വലിയ ലെവലൊന്നും ആയില്ല. പൂക്കളും ആയില്ല, പൂത്തറി ആയിട്ടില്ല. ചേട്ടാ ഇത് ഓണാണോ? ആണോ? ആയിക്കോട്ടെ, ഒന്ന് വന്നിട്ട് പൂവിടാൻ കൂടിയൊക്കെ ചെയ്യും. ഇനി എന്ത് പൂടാണ്? ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ വന്നു ഒന്നുകൂടി വെച്ചാൽ ആ ചെക്കന്മാരെ കാണണ്ടല്ലോ. ചാടിക്കാൻ നിൽക്കണ്ടല്ലോ, കളിക്കാൻ പോയിക്കോ. കളിക്കാൻ പോവാ പരീക്ഷയ്ക്ക്. ആയിക്കോട്ടെ, ചായ കുടിച്ചിട്ടില്ല, അപ്പൊ തന്നെ കളിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ പറയാൻ ചായ ഒന്നും കുടിക്കണ്ട. ഇതാട്ടാ നമ്മളെ ഇന്നത്തെ പൂക്കളം. വാങ്ങിച്ച പൂവാണ് ഒക്കെ ഉള്ളത്. തുമ്പയും മുക്കുറ്റി മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ചെമ്പരത്തി ഒന്നും ഇവിടെ ഇല്ല. മൊത്തം ഇവിടെ ഒരുപാട് കാശിത്തുമ്പ പൂവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഇല്ല കേട്ടോ. വീട് പണി കഴിഞ്ഞൊക്കെ റീസെറ്റായപ്പോൾ